ലോകായുക്തയിൽ കേസ് വർധന വെക്കേഷൻ സിറ്റിംഗ് നടത്താൻ തീരുമാനം. ജനുവരി 1 ലോകായുക്ത ജനറൽ എൻ അനിൽകുമാർ കേസുകൾ പരിഗണിക്കും. 362 പുതിയ കേസുകളാണ് 2024 ഫയൽ ചെയ്തത്. അഭിഭാഷകരുടെയും കക്ഷികളുടെയും ആവശ്യം കൂടി പരിഗണിച്ചാണ് സിറ്റിംഗ്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഗോപാൽ, ഇത്തരത്തിൽ വെക്കേഷൻ സിറ്റിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കാനുള്ള കാരണം? അമൃത, ലോകായുക്തയിൽ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ സമീപകാലത്തുണ്ടായ വർധനവും അതോടൊപ്പം തന്നെ പരാതി കക്ഷികളുടെയും അഭിഭാഷകരുടെയും ആവശ്യം പരിഗണിച്ചുമാണ് ഇത്തരത്തിൽ ഒരു വെക്കേഷൻ സിറ്റിംഗ് എന്ന തീരുമാനത്തിലേക്ക് ലോകായുക്ത എത്തിയിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 1 തീയതിയാണ് വെക്കേഷൻ സിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആയിരിക്കും കേസുകൾ പരിഗണിക്കുക. 2 ഉപലോകായുക്തമാരുടെയും അഭാവത്തിൽ 21/8/2024 മുതൽ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് സിംഗിൾ ബെഞ്ച് കേസുകൾ പരിഗണിച്ചു വരുന്നത്. ഈ കാലയളവിൽ മാത്രം 270 പുതിയ കേസുകളാണ് സിംഗിൾ ബെഞ്ചിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൽഫലമായി 2024 പുതിയ കേസുകളുടെ ഫയലിംഗ് ഇതിനോടകം തന്നെ 362 എത്തിയിരിക്കുന്നു. ആ ഒരു കേസിന്മേലുള്ള ഈ കേസുകളുടെ ഇത്തരത്തിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഇത്തരത്തിലുള്ള വെക്കേഷൻ സിറ്റിംഗ് നടത്തി അത് തീർപ്പാക്കുക എന്ന തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് ലോകായുക്തയെ നയിച്ചത്. ശരി ഗോപാൽ.